ഷിസൂസ് കിഡ്സ് വേൾഡ്, a complete kids channel. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും പിന്തുണയ്ക്കുകയും ചെയ്യുക. ജി ദേവരാജൻ സംഗീതത്തിൻ്റെ രാജശില്പി. പെരുമ്പുഴ ഗോപാലകൃഷ്ണൻ ജി ദേവരാജനെ പറ്റി രചിച്ച ഗ്രന്ഥത്തിൻ്റെ പേരാണ്. ഇതിലും മികച്ചൊരു വിശേഷണം ജി ദേവരാജൻ എന്ന സംഗീത സംവിധായകന് നൽകാനില്ല. ഏറെ സവിശേഷതയാർന്ന മലയാള ഗാനശാഖയെ അതിൻ്റെ ശൈശവകാലത്ത് രൂപപ്പെടുത്തിയെടുത്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച സംഗീത ശില്പിയാണ് ജി ദേവരാജൻ. 1927 സെപ്റ്റംബർ 27 കൊല്ലം ജില്ലയിലെ പരവൂർ കോട്ടപ്പുറത്ത് പന്നക്കാടിൽ മൃദംഗ വിദ്വാനായിരുന്ന കൊച്ചു ഗോവിന്ദനാശാന്റെയും കൊച്ചുകുഞ്ഞിൻ്റെയും ആദ്യ മകനായിട്ടാണ് പരവൂർ ഗോവിന്ദൻ ദേവരാജൻ എന്ന ജി ദേവരാജൻ മാസ്റ്റർ പിറന്നത്. വീട്ടിൽ അധ്യാപകനെ വരുത്തിയും തെക്കുംഭാഗം ലോവർ പ്രൈമറി സ്കൂളിലുമായി പ്രാഥമിക വിദ്യാഭ്യാസം നടത്തി. അതിനുശേഷം കോട്ടപ്പുറം ഹൈസ്കൂളിൽ പഠിച്ചു. തിരുവനന്തപുരം ശ്രീ മൂലവിലാസം ഹൈസ്കൂളിൽ നിന്നും ഇംഗ്ലീഷ് സ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റ് നേടി. തുടർന്ന് കോളേജ് വിദ്യാഭ്യാസവും തിരുവനന്തപുരത്തായിരുന്നു. 1946-48 കാലഘട്ടത്തിൽ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും ഇന്റർമീഡിയറ്റ് 1ാം ക്ലാസ്സിൽ പാസ്സായി. എഞ്ചിനീയറിംഗിനു പ്രവേശനം ലഭിച്ചുവെങ്കിലും അതുപേക്ഷിച്ച് MG കോളേജിൽ സാമ്പത്തിക ശാസ്ത്രം ഐച്ഛിക വിഷയമായി എടുത്തു പഠിച്ചു. മൃദംഗ വിദ്വാനായിരുന്ന അച്ഛനാണ് സംഗീതത്തിലെ ആദ്യത്തെ ഗുരു. അതോടൊപ്പം നിരവധി ഗുരുക്കന്മാർ വീണ, വായ്പാട്ട് എന്നിവയും അഭ്യസിപ്പിച്ചു. കാക്കേ കാക്കേ കൂടെവിടെ എന്ന ഗാനം വളരെ ചെറുപ്പത്തിൽ തന്നെ തികച്ചും വ്യത്യസ്തമായ രീതിയിൽ ചിട്ടപ്പെടുത്തി പാടി കയ്യടി നേടിയ അദ്ദേഹം 17ാം വയസ്സിൽ വായ്പാട്ടിൽ അരങ്ങേറി. അതേ തുടർന്ന് തൻ്റെ സംഗീത സാമ്രാജ്യത്വത്തിന് അടിത്തറ നൽകിയ കച്ചേരികൾ അവതരിപ്പിച്ചു. സ്വരസ്ഥാനങ്ങളുടെ കണിശതയും സംഗീത ശാസ്ത്രത്തിലുള്ള വിജ്ഞാനവും പരവൂർ ദേവരാജൻ എന്ന സംഗീതജ്ഞനെ എല്ലാവർക്കും പ്രിയങ്കരനാക്കി. പ്രശസ്തരായ കവികളുടെ ഗാനങ്ങൾ വശ്യമായ ഈണത്തിലൂടെ ദേവരാജൻ അവതരിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ സ്വീകാര്യത കൂട്ടി. കോളേജ് പഠന കാലഘട്ടത്തിലാണ് കവി ONV കുറുപ്പുമായുള്ള സൗഹൃദം തുടങ്ങുന്നത്. ONV എഴുതുന്ന വരികൾ ദേവരാജൻ ഈണമിട്ട് പാടി. ആ സൗഹൃദം വളർന്നു. 1951-52 കൊല്ലം SN കോളേജിലെ യൂണിയൻ യോഗത്തിൽ പൊന്നരിവാൾ അമ്പിളിയിൽ എന്ന ONV ഗാനം ദേവരാജൻ ചിട്ടപ്പെടുത്തി അവതരിപ്പിച്ചത് ശ്രദ്ധേയമായി. തുടർന്ന് മലയാള ലളിതഗാന ശാഖയുടെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടായ നിരവധി നാടക ഗാനങ്ങൾ ഇവർ രണ്ടുപേരും ചേർന്ന് സൃഷ്ടിക്കുകയും ഈ ഗാനങ്ങളൊക്കെയും KPAC നിരവധി നാടകങ്ങളിലൂടെ മലയാളികളുടെ ചുണ്ടുകളിൽ എത്തുകയും ചെയ്തു. ഇതേ തുടർന്നാണ് 1955 കാലം മാറുന്നു എന്ന സിനിമയ്ക്ക് ഗാനങ്ങൾ ഒരുക്കാൻ ഇരുവർക്കും അവസരം ലഭിക്കുന്നത്. രണ്ടുപേരുടെയും സംഭവ ബഹുലമായ സിനിമാ ജീവിതത്തിന് അങ്ങനെ കാലം മാറുന്നുവിലൂടെ തുടക്കമിട്ടു. 1959 ചതുരംഗം എന്ന ചിത്രത്തിന് വേണ്ടി വയലാർ രാമവർമ്മയുമായി ഒന്നിച്ച ദേവരാജൻ തുടർന്ന് 130-ലധികം ചിത്രങ്ങൾക്ക് വേണ്ടി വയലാറിൻ്റെ വരികൾ സ്വരപ്പെടുത്തി. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ സിനിമകൾക്കും ഗാനങ്ങൾക്കും ഒന്നിച്ച ഗാനരചയിതാവും സംഗീത സംവിധായകനുമാണ് ഈ ജോഡി. പ്രൊഫഷണലിസം ആണ് ദേവരാജൻ എന്ന സംഗീത സംവിധായകനെ വ്യത്യസ്തമാക്കുന്ന മറ്റൊരു കാര്യം. ഈണം ഒരുക്കുന്നത് മുതൽ റെക്കോർഡിംഗ് തീരുന്നതുവരെ ഓരോ കാര്യവും സൂക്ഷ്മതയോടെയും ചിട്ടയോടെയും നിർവഹിച്ചിരുന്ന കർക്കശക്കാരനായിരുന്നു അദ്ദേഹം. ഇതുമൂലം സമയനഷ്ടമോ ധനനഷ്ടമോ ഇല്ലാതെ ഗാനങ്ങൾ ഒരുക്കാൻ കഴിയുന്നതിനാൽ അദ്ദേഹം അന്നത്തെ നിർമ്മാതാക്കളുടെ ഏറ്റവും പ്രിയപ്പെട്ട സംഗീത സംവിധായകനായി. ഗായകർ പാടുന്നതായാലും ഉപകരണവാദകർ വായിക്കുന്നതായാലും ഓരോ സ്വരങ്ങളും ഭാവവും
താൻ നിശ്ചയിച്ചത് തന്നെ ആവണം എന്നും അദ്ദേഹം നിർബന്ധം പിടിച്ചിരുന്നു. 1969 കുമാരസംഭവം, 1970 ത്രിവേണി, 1972 1985 ചിദംബരം എന്നീ വർഷങ്ങളിലെ മികച്ച സംഗീത സംവിധായകനുള്ള സംസ്ഥാന അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചു. 1991 മികച്ച പശ്ചാത്തല സംഗീതത്തിനുള്ള സംസ്ഥാന സർക്കാർ അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചു. 1999 സമഗ്ര സംഭാവനയ്ക്കുള്ള JC ഡാനിയേൽ അവാർഡ്, ഫിലിം ഫാൻസ് അവാർഡ്, പ്രേം നസീർ അവാർഡ്, നവചേതനയുടെ RG മംഗലത്ത് അവാർഡ്, വർക്കല TA മജീദ് അവാർഡ്, പാട്ടത്തുവിള കരുണാകരൻ സ്മാരക അവാർഡ്, പേശും പടം അവാർഡ് എന്നിവയാണ് നീണ്ട നാളിലെ സംഗീത തപസ്സിനിടയിൽ ലഭിച്ച മറ്റു പുരസ്കാരങ്ങൾ. ദേവഗീതികൾ, സംഗീതശാസ്ത്ര, നവസുധ, ഷഡ്കാല പല്ലവി എന്നീ ഗ്രന്ഥങ്ങളും രചിച്ചിട്ടുണ്ട്. 2006 മാർച്ച് 14 തൻ്റെ ലളിതരാഗ വൈവിധ്യ തീഷ്ണത ഓരോ മലയാളിയുടെയും മനസ്സിൽ അവശേഷിപ്പിച്ച് ദേവരാജൻ മാസ്റ്റർ യാത്ര പറഞ്ഞു. ജന്മദേശമായ പരവൂർ തന്നെ അദ്ദേഹത്തെ ഏറ്റുവാങ്ങി. പരവൂർ മുതൽ പരവൂർ വരെ സഞ്ചരിക്കുന്നതിനിടയിൽ ദേവരാജൻ മാസ്റ്റർ കാട്ടിത്തന്ന സംഗീത വിസ്മയം എന്നും കേരളത്തിന് മുതൽക്കൂട്ടാണ്. ഭാര്യ ലീലാമണി, ദേവരാജൻ, മക്കൾ ഷർമിള രാജനന്ദ, മരുമക്കൾ അശോക് ബാലൻ, നിഷ.